السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحابته أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ PN അബ്ദുൽ ലത്തീഫ് മദനി, വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, വിദ്യാർത്ഥിനികളെ, നാട്ടുകാരെ, ജാമിഅ അൽ ഹിന്ദ് സംഘടിപ്പിക്കുന്ന വിദ്യയിലൂടെ വെളിച്ചത്തിലേക്ക് എന്ന മഹത്തായ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ദഅ്വ സമ്മേളനം. ഈ ഒരു സമ്മേളനത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് പ്രമേയം ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തിലുള്ള ഏതാനും കാര്യങ്ങൾ ഏറെ ഗൗരവത്തോടുകൂടി എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ആദ്യാവസാനം വരെ ശ്രദ്ധയോടുകൂടി പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രവിക്കണം, കേൾക്കണം, വിലയിരുത്തണം, പ്രാവർത്തികമാക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ധവിശ്വാസങ്ങളെ, ബഹുദൈവാരാധനയെ, സത്യനിഷേധത്തെ, തോന്നിവാസങ്ങളെ, അജ്ഞതയെ എല്ലാം അന്ധകാരങ്ങൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എതിരായിട്ടുള്ള ഏകദൈവ ആരാധന, സത്യവിശ്വാസം, ധാർമ്മികമായ ജീവിതം, വിജ്ഞാനം, അത് സ്വാഭാവികമായും വെളിച്ചവുമാണ്. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 257 അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അല്ലാഹു പറയുന്നത്, അല്ലാഹു വലിയുല്ലദീന ആമനു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ രക്ഷാധികാരിയാകുന്നു. യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ. അന്ധകാരങ്ങളിൽ നിന്ന് അല്ലാഹു അവരെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നു. ശരിക്കും ശ്രദ്ധിക്കുക. അപ്പോൾ ബഹുദൈവാരാധന അടക്കമുള്ള എല്ലാ തിന്മകളെയും അല്ലാഹു പറയുന്നത് അത് ലുലുമാത്തുകളാണ്, ഇരുട്ടുകളാണ്, അന്ധകാരങ്ങളാണ്. അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ വിശ്വാസികളെ കൊണ്ടുവരുന്നത് ഇലന്നൂർ, പ്രകാശത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ ദൗത്യം ഈ പ്രകാശത്തിലായിരിക്കുക, അതോടൊപ്പം ഈ പ്രകാശം സകല ജനങ്ങൾക്കും കൈമാറുക. ശ്രദ്ധിക്കുക, വിശ്വാസികളുടെ ദൗത്യം, എൻ്റെയും നിങ്ങളുടെയും ദൗത്യം, ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ ദൗത്യം, ഓരോ വിദ്യാർത്ഥികളുടെയും ദൗത്യം, മുസ്ലിം ഉമ്മത്തിലെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ദൗത്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടുള്ള സ്നേഹം കൊണ്ട്, കാരുണ്യം കൊണ്ട് ഏതൊരു പ്രകാശത്തിലേക്കാണോ നമ്മെ വിളിക്കുന്നത്, ആ പ്രകാശത്തിൻ്റെ വക്താക്കളാവുക, ഈ പ്രകാശം മറ്റുള്ളവർക്ക് കൈമാറുകയും ചെയ്യുക. എങ്കിൽ എവിടെ നിന്നാണ് ഈ പ്രകാശം നമുക്ക് ലഭിക്കുന്നത്? അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല 3 ഉന്നതങ്ങളായ പ്രകാശത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 46-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ സംബന്ധിച്ച് പറയുന്നത്, വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ദാഇയാണ്, പ്രബോധകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ വസിറാജൻ മുനീറാ, പ്രകാശം നൽകുന്ന വിളക്കാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അതുകൊണ്ട് ഈ ലോകത്തെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും സമൂഹത്തിന് പ്രകാശം നൽകുകയും ചെയ്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ, പ്രവാചകന്റെ സുന്നത്ത്, അത് എല്ലാം പ്രകാശമാണ്. അതാണ് പ്രവാചകൻ പ്രകാശം നൽകുന്ന വിളക്കാണെങ്കിൽ ആ പ്രവാചകനിൽ നിന്ന് എന്തെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ അതെല്ലാം പ്രകാശമാണ്. ഈ പ്രകാശം ലോകത്തിന് കൈമാറുകയും ആ പ്രകാശം സ്വയം സ്വീകരിക്കുന്ന ആളുകളായി നമ്മൾ മാറുകയും വേണം. രണ്ടാമത്തെ പ്രകാശം ഏതാണ്? സൂറത്തുൽ മാഇദയിലെ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബുൻ മുബീൻ. ഇതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രകാശം വന്നിരിക്കുന്നു. ഏതാണ് ഈ പ്രകാശം? അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്-സഅദി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, വഹുവൽ ഖുർആൻ. അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ആ പ്രകാശം ഖുർആനാണ്. യുസ്തവാഉ ബിഹി ഫീ ദുലുമാതിൽ ജഹാലതി വഅമായതി ദ്ദലാല. അജ്ഞതയുടെയും വഴികേടിൻ്റെയും ഇരുട്ടുകളിൽ ഖുർആൻ കൊണ്ട് പ്രകാശമുണ്ടാക്കുക. അറിവില്ലായ്മയുടെ ഇരുട്ടുകളിൽ, ളലാലത്തിൻ്റെ ഇരുട്ടുകളിൽ പരിശുദ്ധ ഖുർആൻ കൊണ്ടാണ് പ്രകാശമുണ്ടാക്കേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ. ഇതാ അല്ലാഹുവിൽ നിന്നൊരു നൂറ് വന്നിരിക്കുന്നു. അത് പരിശുദ്ധ ഖുർആനാണത്. ആ ഖുർആനിനെ അനുധാവനം ചെയ്യുന്ന, ഖുർആനിനെ പഠിക്കുന്ന, അതിൻ്റെ ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന പ്രകാശങ്ങളായി നമ്മൾ മാറണം. ശേഷം ആ ഖുർആനിൻ്റെ പ്രകാശമാകുന്ന സന്ദേശങ്ങളെ സകല മനുഷ്യർക്കും നമ്മൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. അതാണ് അൽ ബലാഗ് കൊണ്ടുള്ള ഉദ്ദേശം. മൂന്നാമത്തെ പ്രകാശം ഏതാണ്? അത് പരിശുദ്ധ ഖുർആനാണ്. അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമാണ്. സൂറത്തു സുമറിലെ 22-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. ആരുടെ ഹൃദയത്തെയാണോ അല്ലാഹു ഇസ്ലാമിലേക്ക് വിശാലമാക്കി കൊടുക്കുന്നത്, ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി, അവർ തങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പ്രകാശത്തിലാകുന്നു. ആരാണോ മുസ്ലിമായി തീരുന്നത് അവൻ അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശത്തിലാണ്. ഒരു മുസ്ലിം യഥാർത്ഥ പ്രകാശമാണ്. കാരണം ഇസ്ലാം പ്രകാശമാണ്. സകല അന്ധകാരങ്ങളെയും ഇല്ലാതെയാക്കുന്ന, എല്ലാ ഇരുട്ടുകളെയും ഇല്ലാതെയാക്കുന്ന, അള്ളാഹു നമുക്ക് തൃപ്തിപ്പെട്ട് തന്നിട്ടുള്ള മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിൻ്റെ മുഴുവൻ സന്ദേശങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് സ്വയം പ്രകാശമുള്ള ആളുകളായി തീരുക. അതേപോലെ തന്നെ സമൂഹത്തിനും പ്രകാശം നൽകുക. അങ്ങനെ നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്റെ മേൽ പ്രകാശം. നാം ആരാധിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ പ്രകാശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നൂറാണ്, ഖുർആൻ നൂറാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നൂറാണ്. നൂറുൻ അലാ നൂർ, പ്രകാശത്തിന്റെ മേൽ പ്രകാശമാണ്. ആ പ്രവാചകനെ ആരെങ്കിലും അംഗീകരിച്ചാൽ, ഈ ഖുർആനിനെ ആരെങ്കിലും പിൻപറ്റിയാൽ, ഈ ഇസ്ലാമിനെ ആരെങ്കിലും മതമായി സ്വീകരിച്ചാൽ, ആ റബ്ബിനെ ആരെങ്കിലും രക്ഷിതാവായി അംഗീകരിച്ചാൽ, പിന്നെ അവരുടെ ജീവിതത്തിൽ ഇരുട്ട് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ അതിനെ കൈയൊഴിഞ്ഞാലോ? സൂറത്തുൻ നൂറിലെ പ്രകാശം എന്ന അധ്യായത്തിലെ 40-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളെ സംബന്ധിച്ച് പറയുന്നത്, ഔ കളുലുമാതിൻ ഫീ ബഹ്രിൽ ലുജ്ജിൻ യഗ്ശാഹു മൗജുൻ മിൻ ഫൗഖിഹി സഹാബ് ളുലുമാതുൻ ബഅ്ദുഹാ ഫൗഖ ബഅദ് ഇദാ അഖ്റജ യദഹു ലം യകദ് യറാഹാ വമൻ ലം യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇസ്ലാമിനെ നിരാകരിക്കുന്ന, ഖുർആനിനെ നിരാകരിക്കുന്ന, തൗഹീദിനെ നിരാകരിക്കുന്ന ആളുകൾ ആഴക്കടലിലെ ഇരുട്ട് പോലെയാണ് അവരുടെ അവസ്ഥ. ഇരുട്ടിനുമേൽ ഇരുട്ടാണ്. ആർക്കാണോ അല്ലാഹു പ്രകാശം നൽകാത്തത് അവർക്ക് യാതൊരു പ്രകാശവുമില്ല. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മുഹമ്മദ് ബിൻ ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ ശ്രദ്ധേയമായ കാര്യം, ഫകദാലിക ഖൽബു ഹാദൽ കാഫിർ അല്ലദീ മസലു അമലിഹി മസലു ഹാദിഹി الظുലുമാത് യഗ്ശാഹുൽ ജഹ്ലു ബില്ലാഹ് ബിഅന്ന അല്ലാഹ ഖതമ അലൈഹി ഫലാ യഖിലു അനില്ലാഹ് വഅലാ സമഇഹി ഫലാ യസ്മഉ മവാഇദ അല്ലാഹ് വജഅല അലാ ബസരിഹി ഗിശാവ ഫലാ യുബ്സിറു ബിഹി ഹുജജ അല്ലാഹ് ഫതിൽക ളുലുമാതുൻ ബഅ്ദുഹാ ഫൗഖ ബഅദ്. അദ്ദേഹം പറയുകയാണ്, സത്യത്തെ നിഷേധിക്കുന്ന ഏതൊരാളുടെയും ഹൃദയത്തിൽ
ഈ ഇരുട്ടുകൾ ഉണ്ടാകും. അതിലെ ഒന്നാമത്തെ ഇരുട്ട് അൽ ജഹ്ലു ബില്ലാഹ്, സ്രഷ്ടാവായ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള അജ്ഞതയാണ്, തൻ്റെ രക്ഷിതാവിനെ സംബന്ധിച്ചുള്ള അജ്ഞതയാണ്, മഅബൂദായ ഇലാഹിനെ സംബന്ധിച്ചുള്ള അജ്ഞതയാണ്. ആ അജ്ഞതയാണ് അടിസ്ഥാനപരമായി സംഭവിക്കുന്നതെങ്കിൽ പിന്നീട് ഹൃദയങ്ങൾക്ക് മുദ്ര വെക്കപ്പെടും, കണ്ണുകൾക്ക് മുദ്ര വെക്കപ്പെടും, കാതുകൾക്ക് മുദ്ര വെക്കപ്പെടും. അള്ളാഹുവിൻ്റെ തെളിവുകളെ കാണാനോ മനസ്സിലാക്കാനോ ഉള്ള കാഴ്ച ശക്തിയില്ലാതെ അവൻ ഇരുട്ടിൽ തപ്പുന്നതാണ്. അതാണ് ഒന്നിനു മേൽ മറ്റൊന്നായ അന്ധകാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ അന്ധകാരത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടാനും ഈ മുഴുവൻ ജനതയെയും രക്ഷപ്പെടുത്തുവാനും വേണ്ടിയാണ് പ്രകാശമാകുന്ന ഇസ്ലാമിനെ നാം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. അതേപോലെ തന്നെ മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞതായി നമുക്ക് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു, ഫഹുവ യതഖല്ലബു ഫീ ഖംസിൻ മിനൽ ളുലം ഫകലാമുഹു ളുൽമ വഅമലുഹു ളുൽമ വമദ്ഖലുഹു ളുൽമ വമഖ്റജുഹു ളുൽമ വമസീറുഹു ഇലൽ ളുലുമാതി യൗമൽ ഖിയാമത്തി ഇലൻ നാർ. അഞ്ചോളം ഇരുട്ടുകളിലാണ് മറ്റുള്ള ആളുകളുള്ളത്. അവർ സംസാരിച്ചാൽ അത് അറിവില്ലാത്ത സംസാരമാണ്, അതുകൊണ്ട് തന്നെ അത് ഇരുട്ടാണ്. അവർ പ്രവർത്തിച്ചാൽ അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവൃത്തിയല്ല, അതുകൊണ്ട് തന്നെ അത് ഇരുട്ടാണ്. അവർ പ്രവേശിക്കുന്നത് ഇരുട്ടിലാണ്, അവർ പുറത്തു വരുന്നതും ഇരുട്ടിലാണ്. ആ ഇരുട്ട് അവസാനം ഖിയാമത്ത് നാളിൽ ഇരുട്ടിലൂടെ സഞ്ചരിച്ച് സിറാത്തിലൂടെ സഞ്ചരിച്ച് കത്തിയാളുന്ന നരകാഗ്നിയിലേക്കായിരിക്കും അവർക്ക് പോകേണ്ടി വരിക. അങ്ങനെ പോവാതിരിക്കാൻ നമ്മുടെ സംസാരങ്ങളിൽ വെളിച്ചമുണ്ടാകണം, നമ്മുടെ പ്രവർത്തനങ്ങളിൽ വെളിച്ചമുണ്ടാകണം, നമ്മുടെ പ്രവേശന സ്ഥാനം വെളിച്ചമുള്ളതായിരിക്കണം, നമ്മൾ പുറത്തു കിടക്കുന്നതും വെളിച്ചമുള്ളതായിരിക്കണം. സകല മേഖലകളിലും ആ പ്രകാശം നമുക്കുണ്ടാകണം. അങ്ങനെയുള്ള ആ പ്രകാശത്തിൻ്റെ വക്താക്കളായി, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ജീവിതം നയിക്കുന്നവരായി നാം മാറേണ്ടതുണ്ട്. ഈ പ്രകാശം ലഭിക്കുന്നവർക്കൊക്കെ ആ ഒരു പ്രത്യേകമായ ജീവിതം ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ പ്രകാശത്തെ, ഖുർആനിൻ്റെ പ്രകാശത്തെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താകുന്ന പ്രകാശങ്ങളെ നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ സംഭവിക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതാവസ്ഥ നമുക്കുണ്ടാകുമെന്നാണ്. ശരീരം കൊണ്ട് ഇതര മതവിശ്വാസികൾ, ഇതര ജനപദങ്ങൾ, ഇതര ആദർശത്തിൻ്റെ വക്താക്കൾ, മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവരും ശരീരം കൊണ്ട് നമ്മുടെ കൂടെ ജീവിക്കുമെങ്കിലും ഈ പ്രത്യേകമായ അറിവിൻ്റെ പ്രകാശം, ഇസ്ലാമിൻ്റെ പ്രകാശം, തൗഹീദിൻ്റെ പ്രകാശം സ്വീകരിക്കുന്നവർ അവരിൽ നിന്ന് വേറിട്ടൊരു ജീവിതം നയിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 122-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അതാണ്. അവമൻ കാന മൈതൻ ഫഅഹ്യൈനാഹു വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസി കമൻ മസലുഹു ഫിദ്ദുലുമാതി ലൈസ ബിഖാരിജിൻ മിൻഹാ കദാലിക സുയ്യിന ലിൽ കാഫിരീന മാ കാനൂ യഅമലൂൻ. അവമൻ കാന മൈതൻ, ഒരാൾ മരിച്ചു കിടക്കുകയായിരുന്നു. ശരീരം കൊണ്ട് ജീവൻ പോയി മരിച്ചു കിടക്കുന്നവരെ കുറിച്ചല്ല പറഞ്ഞത്. അള്ളാഹുവിനെ അറിയാതെ, തൗഹീദ് അറിയാതെ, ജീവിതത്തിന്റെ ലക്ഷ്യമറിയാതെ, പരലോകത്തെ സംബന്ധിച്ചറിയാതെ, പ്രവാചകന്മാരെ കുറിച്ചറിയാതെ, വേദഗ്രന്ഥങ്ങളെ കുറിച്ചറിയാതെ ജീവിക്കുന്നവൻ യഥാർത്ഥത്തിൽ നിർജീവാവസ്ഥയിലാണുള്ളത്. ഫഅഹ്യൈനാഹു, പിന്നീട് ഇസ്ലാം കൊണ്ട് നാം ജീവൻ നൽകി, പ്രവാചകന്റെ സുന്നത്ത് കൊണ്ട് ജീവൻ നൽകി. വജഅൽനാ ലഹു നൂറാ, അങ്ങനെ ആ വ്യക്തിക്ക് നാം ഒരു പ്രകാശവും നൽകി. യംശി ബിഹി ഫിന്നാസ്, ആ പ്രകാശവും കൊണ്ട് അവൻ ജനങ്ങളിലേക്ക് ഇറങ്ങി നടക്കുന്നു. സ്വയം ആ പ്രകാശം സ്വീകരിച്ച് വീട്ടിലിരിക്കുകയല്ല, മറിച്ച് അല്ലാഹു നൽകിയ ആ പ്രകാശം, തൗഹീദും ഈമാനും ഇസ്ലാമും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ആ വമ്പിച്ച നിഅമത്ത്, ആ വമ്പിച്ച നിഅമത്തുമായി വീട്ടിലിരിക്കുകയല്ല. യംശി ബിഹി ഫിന്നാസ്, ജനങ്ങളിലൂടെ ആ പ്രകാശവും കൊണ്ട് നടക്കണം. മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയണം, ഇയാൾ വേറിട്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്, വേറിട്ടൊരു വിശ്വാസത്തിൻ്റെ ഉടമയാണ്, വേറിട്ട ചിന്താഗതികളുടെ ഉടമയാണ്, വേറിട്ട ആചാര അനുഷ്ഠാനങ്ങളുടെ ഉടമയാണ് എന്ന് മറ്റുള്ളവർക്ക് തിരിയുമാറ് ആ പ്രകാശം ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും മറ്റുള്ളവർക്ക് ആ പ്രകാശം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ ജീവിതത്തിലുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാം സ്വീകരിച്ച ആളുകൾ, തൗഹീദ് സ്വീകരിച്ച ആളുകൾ, സുന്നത്ത് സ്വീകരിച്ച ആളുകൾ, അവരൊരു പ്രത്യേക ജീവിതം തന്നെയാണ് നയിക്കുന്നത്. അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുക സാധ്യമല്ല. അതിൻ്റെ മാധുര്യം അവർ അറിഞ്ഞിരുന്നെങ്കിൽ മഹാന്മാർ പറഞ്ഞതുപോലെ ആ മാധുര്യം നമ്മളിൽ നിന്ന് തട്ടിയെടുക്കാൻ അവർ നമ്മളോട് യുദ്ധത്തിന് വരുമായിരുന്നു. ഈമാനിൻ്റെയും തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും ജീവിതം എന്ന് പറയുന്നത് അതുല്യമായ ജീവിതമാണ്. കാരണം നാം അല്ലാഹുവിന് ഉത്തരം നൽകിയവരാണ്, പ്രവാചകന് ഉത്തരം നൽകിയവരാണ്. സൂറത്തുൽ അൻഫാലിലെ 24-ാമത്തെ ആയത്തിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ ഇദാ ദഅാകും ലിമാ യുഹ്യീകും. ഈമാനുള്ളവരെ, വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനും റസൂലിനും ഉത്തരം നൽകണം, നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിലേക്ക് അല്ലാഹുവും റസൂലും നിങ്ങളെ വിളിക്കുമ്പോൾ. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് ഉത്തരം നൽകുമ്പോഴാണ് യഥാർത്ഥ ജീവിതം ഉണ്ടാകുന്നത്. അത് ഈ ലോകത്താകട്ടെ, ഖബറിലാകട്ടെ, പരലോകത്താകട്ടെ, യഥാർത്ഥ ജീവിതം വേണോ അല്ലാഹുവിന് ഉത്തരം നൽകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉത്തരം നൽകണം. അപ്പോഴാണ് യഥാർത്ഥ ജീവിതം ഉണ്ടാകുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, അൻ അബീ മൂസ റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹുവിനെ ഓർക്കുന്ന ഒരാളും അള്ളാഹുവിനെ ഓർക്കാത്ത ഒരാളും തമ്മിലുള്ള വ്യത്യാസം ജീവിച്ചിരിക്കുന്ന ഒരാളും മരിച്ച ഒരാളും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. അപ്പോൾ അള്ളാഹുവിനെ തിരിച്ചറിയുകയും ഇസ്ലാമിൻ്റെ പ്രകാശം സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ജീവിതം ഉണ്ടാകുന്നത്. ആ ജീവിതം സ്വയം ആസ്വദിക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമൂഹത്തിന് മുഴുവൻ ആ പ്രകാശം നമ്മൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളായി നമ്മൾ മാറുമ്പോൾ ഈ ലോകത്തും പരലോകത്തും ഖബറിലും സ്വർഗത്തിലും നാം വെളിച്ചമുള്ള ആളുകളായി തീരും. പരലോകത്ത് വിശ്വാസികളുടെ കാര്യം അല്ലാഹു പറഞ്ഞില്ലേ, യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബി ഐമാനിഹിം. വിശ്വാസികളെയും വിശ്വാസിനികളെയും പരലോകത്ത് വെച്ച് കാണുമ്പോൾ നബിയെ, അവരുടെ പ്രത്യേകത യസ്ആ നൂറുഹും, അവരുടെ പ്രകാശമുണ്ടാകും, ബൈന ഐദീഹിം വബി ഐമാനിഹിം, അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും. സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്, പർവ്വത സമാനമായതോ അതിനേക്കാൾ ഉയർന്നതോ ആയ പ്രകാശം നൽകപ്പെടുന്നവർ ഖിയാമത്ത് നാളിൽ ഉണ്ടാകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാദങ്ങളിൽ മാത്രം ഇടക്ക് തിളങ്ങുകയും ഇടക്ക് കെട്ടുപോവുകയും ചെയ്യുന്ന പ്രകാശം നൽകപ്പെടുന്നവർ ഏറ്റവും താഴ്ഭാഗത്തായിരിക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ പരലോകത്ത് നാം പ്രകാശമുള്ളവരായി തീരണമോ, സത്യവിശ്വാസം സ്വീകരിക്കണം. അതേപോലെ തന്നെയാണ് ഖബറിൽ നമ്മൾ അടക്കി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കും, ഇസ്ലാമിനെ കുറിച്ച് ചോദിക്കും, പ്രവാചകനെ കുറിച്ച് ചോദിക്കും. കൃത്യമായി ഉത്തരം നൽകുന്ന വ്യക്തിയോട്, വിശ്വാസിയോട് മലക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഫയഖൂലാനി ലഹു വമാ ഇൽമുക്, നീ എവിടെ നിന്നാണ് ഇത് പഠിച്ചത്? ഈ അറിവ് എവിടെ നിന്ന് ലഭിച്ചു? എൻ്റെ റബ്ബ് അള്ളാഹുവാണ്, എൻ്റെ മതം ഇസ്ലാമാണ്, എൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബിയാണ് എന്ന് പറയാൻ നിനക്കെങ്ങനെ സാധിച്ചു എന്ന് മലക്കുകൾ ചോദിക്കുമ്പോൾ ആ വ്യക്തി പറയുന്ന ഉത്തരമാണ് നമുക്കും രക്ഷപ്പെടാനുള്ള മാർഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ വ്യക്തി പറയും, ഖറഅതു കിതാബല്ലാഹ് ഫആമൻതു ബിഹി വസദ്ദഖ്തു, ഞാൻ അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്തു. കേട്ടുകേൾവി അനുസരിച്ചല്ല ഞാൻ അള്ളാഹു വിശ്വസിച്ചത്, ആരെങ്കിലും പറഞ്ഞത് കേട്ടല്ല ഞാൻ മനസ്സിലാക്കിയത്, പാരമ്പര്യമായ വിശ്വാസമായിരുന്നില്ല എനിക്ക്, മറിച്ച് എനിക്കിത് കൃത്യമായി പറയാൻ സാധിച്ചത്. ഖറഅതു കിതാബല്ലാഹ്, അല്ലാഹുവിൻ്റെ ഖുർആൻ ഞാൻ പഠിച്ചു, മനസ്സിലാക്കി. അപ്പോൾ ഇസ്ലാം എന്താണെന്ന് എനിക്ക് മനസ്സിലായി, പ്രവാചകൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായി, അതേപോലെ തന്നെ എൻ്റെ റബ്ബാരാണ് എന്നും എനിക്ക് മനസ്സിലായി. അപ്പോൾ അവിടെ പറയപ്പെടുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ ഇൽമു കൊണ്ടുണ്ടായത് എന്താണ്? ഫയുഫ്സഹു ലഹു ഫീ ഖബ്രിഹി 70 ദിറാഅൻ ഫീ 70 ദിറാഅ സുമ്മ യുനവ്വറു ലഹു ഫീ, 70 മുഴം നീളവും വീതിയും ഖബറിന് നൽകപ്പെടും. എന്നിട്ട് ആ ഖബറിൽ ഇരുട്ടാണ്, അടിസ്ഥാനപരമായി ഖബറിൽ ഇരുട്ടാണ്, പക്ഷേ സുമ്മ യുനവ്വറു ലഹു ഫീ, ഖബറിൽ അല്ലാഹു പ്രകാശം കൊണ്ടങ്ങ് നിറയ്ക്കും. എങ്ങനെയാണ് ആ മണ്ണിനടിയിലെ ഖബറിന്റെ ഇരുട്ടുകളിൽ ആ പ്രകാശം ലഭിച്ചത്? ഖുർആൻ പഠിച്ചത് കൊണ്ടാണ്, പ്രവാചകനെ മനസ്സിലാക്കിയത് കൊണ്ടാണ്, തൗഹീദ് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും മരണപ്പെട്ട് 6 അടി മണ്ണിൽ പോയി കിടക്കുമ്പോൾ നമുക്ക് ഖബറിൽ പ്രകാശം വേണമോ? ഇസ്ലാമിനെ പഠിക്കണം, തൗഹീദ് പഠിക്കണം, ദീന് പഠിക്കണം. അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമ്പോഴും ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന അവ്വല സുമറത്തിൻ യദ്ഖുലൂനൽ ജന്ന അലാ സൂറത്തിൽ ഖമരി ലൈലത്തൽ ബദ്ർ സുമ്മ അല്ലദീന യലൂനഹും അലാ അശദ്ദി കൗകബിൻ ദുർരിയിൻ ഫിസ് സമാഇ ഇളാഅ. സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിക്കുന്നവർ 14-ാം രാവിലെ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന മുഖമുള്ളവരായിരിക്കും. പിന്നീട് അതിൻ്റെ താഴെയുള്ളവർ കത്തിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെയായിരിക്കും. പിന്നീട് ഓരോരുത്തരുടെയും ഈമാനും ഇൽമും അനുസരിച്ച് അവർക്ക് പ്രകാശം നൽകപ്പെടുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ
ഖബറിൽ കിടക്കുമ്പോൾ, മഹ്ശറിൽ, സ്വർഗത്തിൽ നമുക്ക് വെളിച്ചം വേണോ? ശരിയായ ഈമാൻ ഖുർആനിലൂടെ, പ്രവാചകനിലൂടെ പഠിച്ചേ മതിയാകൂ. നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ ഈ ഒരു സന്ദേശം അവർക്ക് എത്തിച്ചു കൊടുത്ത് ഈ ഒരു സൗഭാഗ്യം നേടുന്നവരായ ആളുകളെ മാറ്റണം. അതിനുവേണ്ടിയാണ് അൽ ബലാഗ് പോലെയുള്ള മഹത്തായ ദഅവാ പ്രവർത്തനങ്ങൾ, ദഅവാ സമ്മേളനങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നേരത്തെ പ്രകാശമായി പഠിപ്പിക്കപ്പെട്ട ഇസ്ലാം, ഖുർആൻ, സുന്നത്ത്, അതിലെല്ലാം അടങ്ങിയിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്. ഒന്ന് മാർഗദർശനമാണ്, ഹുദൻ, സന്മാർഗമാണ്. ഒരാൾക്ക് ശരിയായ വഴി കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ തന്നെ വല്ലാത്തൊരാശ്വാസമാണല്ലോ. നമുക്കറിയാം, ഒരു നാട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് വഴി അറിയില്ലെങ്കിൽ വെപ്രാളമാണ്, പരിഭ്രമമാണ്. എന്നാൽ കൃത്യമായ വഴി അറിയാമെങ്കിൽ ആ വെപ്രാളമില്ല. സന്മാർഗം എന്നും സമാധാനമാണ്, വഴി അറിയാതിരിക്കുക എന്നത് പരിഭ്രമമാണ്. രണ്ടാമത്തത് റഹ്മത്താണ്, കാരുണ്യമാണ്. മൂന്നാമത്തത് ശിഫയാണ്, ശമനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിലെ 58 പറയുന്നത്, യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂരി വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. അയ്യുഹന്നാസ്, മനുഷ്യരെ, ജനങ്ങളെ, ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങൾക്കിതാ നിങ്ങളുടെ റബ്ബിൽ നിന്ന് ഒരു ഉപദേശം വന്നിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മുതിർന്ന ഒരാളുടെ ഉപദേശം എത്രമാത്രം വിലപ്പെട്ടതാണ്. എല്ലാം അറിയാവുന്ന ഒരാളുടെ ഉപദേശം എത്രമാത്രം വിലപ്പെട്ടതാണ്. അങ്ങനെ ഒരു ഉപദേശം കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുന്നു, സമാധാനമുണ്ടാകുന്നു. എങ്കിൽ ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിക്കുന്ന എല്ലാം അറിയുന്നവനായ, സൃഷ്ടികളുടെ എല്ലാ അവസ്ഥകളും അറിയുന്ന റഹ്മാനായ റബ്ബ് പറയാണ്, നിങ്ങൾക്കുള്ള നല്ല നല്ല ഉപദേശങ്ങളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. അതുകൊണ്ട് തന്നെ ശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ മനസ്സുകളിലെ സകല പ്രതിസന്ധികൾക്കുമുള്ള ശിഫ അതിലുണ്ട്, ശമനമുണ്ട്. അതേപോലെ തന്നെ വഹുദൻ, നിങ്ങൾക്കുള്ള മാർഗദർശനമുണ്ട്. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് അതിൽ കാരുണ്യവുമുണ്ട്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫറഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഫദ്ലാണ് ഖുർആൻ, അല്ലാഹുവിന്റെ റഹ്മത്താണ് ഖുർആൻ. അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും റഹ്മത്താണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് കാരുണ്യമാണ് പ്രവാചകൻ. അതുകൊണ്ട് സ്വയം സന്മാർഗത്തിലെത്താൻ, കാരുണ്യം ചെയ്യപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ, ഹൃദയത്തിലെ പ്രശ്നങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാകാൻ, വീടിലെ പ്രശ്നങ്ങൾ, മക്കളുടെ പ്രശ്നങ്ങൾ, ഭാര്യയുടെ പ്രശ്നം, ഭർത്താവിൻ്റെ പ്രശ്നം, നാടിൻ്റെ പ്രശ്നം, അതിലേക്കെല്ലാമുള്ള പരിഹാരം ഖുർആനിലാണ്, സുന്നത്തിലാണ്. അതുകൊണ്ട് തന്നെ അത് സ്വീകരിച്ചുകൊണ്ട് അത് മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മഹത്തായ ഒരു കാരുണ്യ പ്രവർത്തനമായി നമ്മൾ കാണുകയും സത്യത്തിൻ്റെ സന്ദേശം മറ്റുള്ള ആളുകൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ സത്യത്തിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ ഒരാൾ തുനിഞ്ഞിറങ്ങിയാൽ ആ വ്യക്തിക്കുമുണ്ട് പ്രത്യേക പ്രകാശം. ഇബ്നു മാജ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സുനനിൽ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നദ്ദറല്ലാഹു അബ്ദൻ സമിഅ മഖാലതി ഫഹഫിളഹാ വവആഹാ വഅദ്ദാഹാ ഫറുബ്ബ ഹാമിൽ ഫിഖ്ഹിൻ ഇലാ ഗൈരി ഫഖീഹിൻ വറുബ്ബ ഹാമിൽ ഫിഖ്ഹിൻ ഇലാ മൻ ഹുവ അഫ്ഖഹു മിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നദ്ദറല്ലാഹു അബ്ദൻ, ഒരടിമക്ക് അല്ലാഹു പ്രകാശം നൽകട്ടെ. മുഖത്ത് പ്രത്യേകമായ ഈമാനിന്റെ ചൈതന്യം, പ്രകാശം, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴുള്ള പ്രത്യേകമായ വെളിച്ചം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് നൽകും. എന്താണ് പ്രത്യേകത? സമിഅ മഖാലതി, എൻ്റെ ഒരു ഹദീസ് കേൾക്കുകയും. ശരിക്കും ശ്രദ്ധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മഖാലത്ത് കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് മഹത്തായ ഇബാദത്താണ് പ്രിയപ്പെട്ടവരെ. ഒരു ഹദീസ് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കാര്യമാണ്. മാത്രമല്ല ഫഹഫിളഹാ, സാധിക്കുന്നവർ ഹിഫ്ളാക്കട്ടെ, അല്ലെങ്കിൽ വവആഹാ, അതിലെ ആശയം അവർ ഗ്രഹിക്കട്ടെ, എന്നിട്ട് വഅദ്ദാഹാ, എന്നിട്ട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ അതാണ് പറഞ്ഞത്, ഫൽയുബല്ലിഗു ഷാഹിദ് അൽ ഗായിബ, ഷാഹിദായവർ ഗായിബുകൾക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ കേൾക്കാത്തവരുടെ കാതുകളിലാണ് എത്തേണ്ടത്. കേട്ടവർ തന്നെ കേൾക്കുക എന്നത് നല്ല കാര്യം തന്നെ, പക്ഷേ പ്രധാനപ്പെട്ടത് അതല്ല, ഗായിബുകൾക്കാണ് ഇതെത്തേണ്ടത്. ഈ സന്ദേശം എത്താത്തവരുടെ കാതുകളിൽ എത്തണം. അതുകൊണ്ട് വീടുകൾ കയറിയിറങ്ങേണ്ടി വരും, അതേപോലെ തന്നെ അങ്ങാടികളിൽ പ്രസംഗിക്കേണ്ടി വരും, ഓരോ മുക്കിലും മൂലകളിലേക്കും പോവേണ്ടി വരും.
ഗൈബായി നിൽക്കുന്ന, മറഞ്ഞു നിൽക്കുന്ന, സത്യത്തിന്റെ സന്ദേശം എത്താത്ത, പ്രവാചകന്റെ ഹദീസുകൾ എത്താത്ത ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രത്യേകമായ പ്രകാശം നൽകുമെന്നാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അറിവിൻ്റെ ഏതൊരു തുണ്ടും അങ്ങേയറ്റം മൂല്യമേറിയതാണ്. ഞാൻ 2-3 സംഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ 95-ാമത്തെ ആയത്താണ്. ആ ആയത്ത് ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീന വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വ അൻഫുസിഹിം, ഇങ്ങനെയാണ് ആദ്യം ഇറങ്ങിയത്. ശരിക്കും ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരും വീട്ടിലിരിക്കുന്നവരും ഒരുപോലെയല്ല. ഈ ആയത്ത് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ എനിക്കത് ഓതിത്തരികയാണ്. ഞാനത് എഴുതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഫജാഅഹു ഇബ്നു ഉമ്മി മക്തൂം അങ്ങോട്ട് വരികയാണ്. കാരണം അദ്ദേഹം അന്ധനാണ്. അപ്പൊ ജിഹാദിന് പോകുന്നവരും യുദ്ധത്തിന് പോകുന്നവരും വീട്ടിലിരിക്കുന്നവരും ശ്രേഷ്ഠതയിൽ ഒരുപോലെയല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ലൗ അസ്തതീഉൽ ജിഹാദ ലജാഹദ്തു വകാന റജുലൻ അഅമാ. അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ ഞാൻ യുദ്ധത്തിൽ പങ്കെടുക്കുമായിരുന്നു. പക്ഷേ അന്ധനായ എനിക്കെങ്ങനെയാണ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയുക? എന്നിരിക്കെ എൻ്റെ ആഗ്രഹത്തിന് പ്രസക്തിയില്ലേ റസൂലേ എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ നോക്കുക, ഹദീസിൽ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഅൻസലല്ലാഹു തബാറക വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല ഉടനെ തന്നെ അത് ഇറക്കുന്നു അലാ റസൂലിഹി, അല്ലാഹുവിൻ്റെ റസൂലിന് ഇറക്കി കൊടുക്കുകയാണ്. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ തുടയിൽ തലവെച്ച് റസൂലുള്ള കിടക്കുകയായിരുന്നു. പ്രവാചകന് വഹി ഇറങ്ങുകയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എൻ്റെ തുടയല്ലുകൾ പൊട്ടിപ്പോകുന്ന ഭാരം എനിക്ക് തോന്നി. അവിടെയാണ് ഒരു പദം കൂട്ടിച്ചേർക്കുന്നത്. എന്താണ്? ഗൈറു ഉലി ളറർ, പ്രയാസമുള്ളവർ ഒഴികെ. അന്ധന്മാരെ പോലെ, രോഗികളെ പോലെ, മുടന്തന്മാരെ പോലെ പ്രയാസം കൊണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കാത്തവർക്ക് അവർക്ക് പ്രശ്നമില്ല. അവരുടെ നിയ്യത്തിനനുസരിച്ച് ദറജയുണ്ട് എന്ന് 7 ആകാശങ്ങൾക്ക് മേലെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വരുന്നത് ഈ ഒരൊറ്റ പദം കൊണ്ടാണ്. ഈ ഒരൊറ്റ പദം. അങ്ങനെയാണ് ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീന ഗൈറു ഉലി ളറർ എന്ന ആ വേർഡ് വരുന്നത്. അത് പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്നതാണ്. ആ ഭാഗം അവതരിച്ചപ്പോൾ എത്രമാത്രം ആ മഹാനായ സ്വഹാബിക്ക് സന്തോഷമുണ്ടായിട്ടുണ്ടാകും, തത്തുല്യരായ ആളുകൾക്ക് എത്രമാത്രം സന്തോഷമായിട്ടുണ്ടാകും. അതേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിലെ ഓരോ ലഫ്ളുകളും റഹ്മത്താണ്, കാരുണ്യമാണ്, ശമനമാണ്, സമൂഹത്തിൻ്റെ സങ്കടങ്ങൾക്കുള്ള മറുപടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വാർദ്ധക്യം ചെന്ന ഒരു സ്ത്രീ വന്നില്ലേ? എന്താ പ്രശ്നം? അള്ളാഹുവിൻ്റെ റസൂൽ, എൻ്റെ ഭർത്താവ് എന്നെ ലിഹാർ ചെയ്തിരിക്കുന്നു, നീ എനിക്ക് എൻ്റെ ഉമ്മയെ പോലെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. എൻ്റെ യുവത്വം മുഴുവൻ ഞാൻ എൻ്റെ ഭർത്താവിന് നൽകി, ധാരാളം മക്കളെ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രസവിച്ചു, എന്നിട്ടിപ്പോൾ അദ്ദേഹം എന്നോട് ലിഹാർ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും കൃത്യമായ ഒരു മറുപടി പറയാൻ സാധിച്ചില്ല. ആ സ്ത്രീ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഷ്കൂ ഇലൈക്, അല്ലാഹുവേ ഈ പ്രശ്നം ഞാൻ നിന്നിലേക്ക് ഞാൻ വിടുന്നു റബ്ബേ എന്ന് പറഞ്ഞു. ആ ഹദീസിൽ നമുക്ക് കാണാം, ഇബ്നു മാജ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസ് തന്നെയാണ്. ഫമാ ബരിഹത് ഹത്താ നസല ജബ്രായീലു ബിഹൗലാഇൽ ആയാത് ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതഷ്തകി ഇലല്ലാഹ് വല്ലാഹു യസ്മഉ തഹാവുറകുമാ. ആ സ്ത്രീ വന്ന് നബിയെ താങ്കളോട് പരാതി പറഞ്ഞത് റഹ്മാനായ റബ്ബ് കേട്ടിരിക്കുന്നു, ഇതാ ആ വിഷയത്തിലുള്ള നിയമം ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുകയാണ്. എത്രമാത്രം സന്തോഷമുണ്ടായിട്ടുണ്ടാകും ആ സ്ത്രീക്ക്. തത്തുല്യമായ പ്രശ്നം അനുഭവിക്കുന്ന എത്ര ആളുകൾക്ക് ഈ ആയത്ത് സമാധാനമായി. അതേ പ്രിയപ്പെട്ടവരെ, ജനങ്ങളുടെ പ്രതിസന്ധികൾ, അവരുടെ വിഷമങ്ങൾ, അവരുടെ സങ്കടങ്ങൾ, ആ സങ്കടങ്ങൾക്കുള്ള പരിഹാരം വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. പരിശുദ്ധ ഖുർആനിലൂടെ സത്യവിശ്വാസികൾക്ക് റഹ്മത്തായത്, ശിഫയായത് നാം അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. അതേപോലെ തന്നെ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, എനിക്ക് ലോകത്ത് ഏറ്റവും വെറുപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിരുന്നു. അദ്ദേഹം മരണശയ്യയിൽ കിടക്കുമ്പോൾ വാവിട്ട് കരയുകയാണ്. ആളുകൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? അള്ളാഹുവിൻ്റെ റസൂല് നിങ്ങളെപ്പറ്റിയൊക്കെ ധാരാളം പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിരിക്കെ എന്തിനാണ് ഈ പ്രയാസം?
അദ്ദേഹം പറഞ്ഞത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വമാ അഹദുൻ അശദ്ദ ബുഗ്ളൻ ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിന്നി വലാ അഹബ്ബ ഇലയ്യ അൻ അകൂന ഖദ് ഇസ്തംകൻതു മിൻഹു ഖാതൽതുഹു ഫലൗ മുത്തു അലാ തിൽകൽ ഹാൽ ലകുൻതു മിൻ അഹ്ലിൻ നാർ. അല്ലാഹുവിൻ്റെ റസൂലിനെ വധിക്കുക എന്നതായിരുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. പ്രവാചകനോളം എനിക്ക് വെറുപ്പുള്ള ഒരാൾ ലോകത്തുണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷെ പിന്നീട് ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. നബിയുടെ അടുക്കൽ വന്നു, എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ബൈഅത്ത് ചെയ്യാൻ വന്നതാണ്, പക്ഷേ എനിക്ക് ഷർത്ത് വേണം, നിങ്ങളൊരു ഗ്യാരണ്ടി തരണം, എന്നാൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കാം. എന്താണ് ആ ഗ്യാരണ്ടി? അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഖുൽതു അൻ യുഗ്ഫറ ലീ, അല്ലാഹു എനിക്ക് പുറത്തു തരണം, എൻ്റെ പാപങ്ങൾ പുറത്തു തരണം, എൻ്റെ ശിർക്ക് പുറത്തു തരണം, എൻ്റെ കുഫ്ർ പുറത്തു തരണം, നിങ്ങളെ ഞാൻ ഉപദ്രവിച്ചത് അല്ലാഹു എനിക്ക് പുറത്തു തരണം. ഇങ്ങനെ പുറത്തു തരുമെങ്കിൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാണ്. അല്ലാഹുവിൻ്റെ റസൂൽ വളരെ വളരെ സാവകാശം അദ്ദേഹത്തോട് ചോദിച്ചു, അമാ അലിംത അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു വ അന്നൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബ്ലഹ വ അന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു. ഓ അംർ ഇബ്നുൽ ആസ്, ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ കഴിഞ്ഞു പോയതൊക്കെ പൊറുക്കപ്പെടുമെന്നറിയില്ലേ? ഒരാൾ ഹിജറ വന്നാൽ കഴിഞ്ഞു പോയതൊക്കെ പൊറുക്കപ്പെടുമെന്നറിയില്ലേ? ഒരാൾ ഹജ്ജ് ചെയ്താൽ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്നറിയില്ലേ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ വാക്ക് കേട്ടിട്ട് പിന്നീട് അദ്ദേഹം പറയുകയാണ്, വമാ കാന അഹദുൻ അഹബ്ബ ഇലയ്യ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് എനിക്ക് അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ ഇഷ്ടപ്പെട്ട വേറൊരാളും ഉണ്ടായിട്ടില്ല എന്നാണ്. ഏറ്റവും വലിയ വെറുപ്പിൽ നിന്ന് ഏറ്റവും വലിയ ഇഷ്ടത്തിലേക്ക് മാറിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടപെടലായിരുന്നു. ഇങ്ങനെ ഇസ്ലാമിനെ കുറിച്ചറിയാതെ, തൗഹീദിനെ കുറിച്ചറിയാതെ, പ്രവാചകനെ കുറിച്ചറിയാതെ വമ്പിച്ച തെറ്റിദ്ധാരണയിൽ കഴിയുന്ന ആയിരക്കണക്കിന് മനുഷ്യന്മാരുണ്ട്. ആ ആളുകൾക്കൊക്കെ ഇസ്ലാമിൻ്റെ ശരിയായ സന്ദേശം എത്തിച്ചു കൊടുത്താൽ തീർച്ചയായും അവരിൽ വലിയൊരു വിഭാഗം സ്വീകരിക്കും. കാരണം ആളുകൾ ഒരുപാട് പ്രയാസത്തിലാണ്, ഒരുപാട് പ്രതിസന്ധികളിലാണ്. ഈ പ്രയാസങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക് പരിഹാരമില്ല എന്നാണ് അവർ ധരിക്കുന്നത്. അവിടെ നമ്മുടെ ഒരു പ്രഭാഷണം ഉപകാരപ്പെടും, ഒരു ദഅവാ സമ്മേളനം ഉപകാരപ്പെടും, ഒരു ലഘുലേഖ ഉപകാരപ്പെടും, ഒരു സംവാദം ഉപകാരപ്പെടും, ഒരു മുഖാമുഖം ഉപകാരപ്പെടും, ഒരു ഫാമിലി കോൺഫറൻസ് ഉപകാരപ്പെടും. അങ്ങനെ ജനങ്ങൾക്ക് റഹ്മത്താണ് ഖുർആനെന്ന്, ശിഫയാണ് ഖുർആനെന്ന്, പ്രവാചകൻ റഹ്മത്തുൽ ലിൽ ആലമീനാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി തഅലീഖായി കൊടുക്കുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. വഖാല അബൂദർറിൻ, അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ശ്രദ്ധേയമായ ഒരു വാക്കാണ്. അദ്ദേഹം പറഞ്ഞു, ലൗ വദഅതുമുസ് സംസാമത അലാ ഹാദിഹി വഅശാറ ഇലാ ഖഫാ സുമ്മ ظننت അന്നി ഉൻഫിദു കലിമതൻ സമിഅതുഹാ മിനൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല അൻ തുജീസു അലയ്യ ലഅൻഫദ്തുഹാ. അദ്ദേഹം പറയുകയാണ്, നിങ്ങളൊരു വാള് എൻ്റെ പെരടിയിൽ വെച്ചിട്ട് ഇപ്പം വെട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എൻ്റെ കഴുത്ത് വെട്ടാൻ നിൽക്കുകയും എന്നിട്ട് ഒരു ഹദീസ് റസൂല് പറഞ്ഞത് കേട്ടത് പറയാൻ എനിക്ക് ആ സമയത്തൊരു ചാൻസ് കിട്ടിയാൽ ഞാൻ ആ ഹദീസ് പറയുന്നതാണ്. ശരിക്കും ശ്രദ്ധിക്കുക. ഒരാൾ കഴുത്തിൽ വാള് വെച്ച് നിൽക്കുന്ന സന്ദർഭത്തിൽ ആയത്തോതാനും ഹദീസ് പറയാനൊക്കെ ആർക്കെങ്കിലും കഴിയുമോ? പക്ഷെ അദ്ദേഹം പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് കേട്ടൊരു ഹദീസ് മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒരു ചാൻസ് കിട്ടിയാൽ ഞാനത് പറയുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം, ജനങ്ങൾക്ക് അവർ നമ്മെ ഉപദ്രവിച്ചാലും നമ്മുടെ കഴുത്തിൽ അവർ വാള് വെച്ചാലും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ റഹ്മത്തിൻ്റെ ഒരു വാക്ക്, റഹ്മത്തിൻ്റെ ഒരു ഹദീസ്, ഖുർആനിൻ്റെ ഒരു പ്രകാശം, ഇസ്ലാമിൻ്റെ ഒരു പ്രകാശം, സുന്നത്തിൻ്റെ ഒരു പ്രകാശം ഈ ജനങ്ങൾക്ക് നൽകി അവരുടെ ഹൃദയത്തിലെ ഇരുട്ടിനെ മാറ്റാൻ നമുക്ക് സാധിച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളത് ചെയ്യാൻ തയ്യാറാവണമെന്നാണ് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻ നമുക്ക് മനസ്സിലാക്കി തന്നത്. അതേ കാരണം കൊണ്ട് തന്നെയാണ് മഹാനായ ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു തആല അൻ ഒരു ഹദീസിന് വേണ്ടി ഒരു മാസം വഴിദൂരം അദ്ദേഹം സഞ്ചരിച്ചത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഹദീസൻ ബലഗനി അൻക അന്നക സമിഅതഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖിസാസ് ഫഖശീതു അൻ തമൂത ഔ അൻ അമൂത ഖബ്ല അൻ അസ്മഅഹു. അല്ലാഹുവിൻ്റെ റസൂലിൽ നിന്നൊരു ഹദീസ് താങ്കളുടെ കൈകളിലുണ്ടെന്ന് എനിക്കറിയാം. ആ ഹദീസ് ഏത് വിഷയത്തിലാണെന്നും അറിയാം. അതിൻ്റെ കൃത്യമായ ലഫ്ള് പഠിക്കാനാണ് ഞാൻ വന്നത്. ഹദീസിൻ്റെ വിഷയം എനിക്കറിയാം, താങ്കളുടെ അടുക്കലാണ് ഉള്ളതെന്നും അറിയാം. പക്ഷെ അതിൻ്റെ ലഫ്ള് കറക്റ്റ് എനിക്കറിയണം. അതറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഒരു മാസം വഴി ദൂരമുണ്ടായിട്ടും ഞാൻ സഞ്ചരിച്ചത് ആ ഹദീസ് കേൾക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു പോയാലോ എന്ന് ഞാൻ പേടിച്ചു, അല്ലെങ്കിൽ താങ്കൾ മരിച്ചു പോയാലോ. എന്താണ് ആ ഒരൊറ്റ ഹദീസിൻ്റെ പ്രത്യേകത?
പ്രത്യേകത? അതിൽ റഹ്മത്തുണ്ട്, അതിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുണ്ട്. ഭൂമിയിൽ ജീവിക്കുമ്പോഴും ഖബറിലും മഹ്ശറിലും സിറാത്തിലും നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഖുർആനിലെ ഓരോ ആയത്തുകളിലുമുണ്ട്, പ്രവാചകന്റെ ഓരോ ഹദീസുകളിലുമുണ്ട്. വിവരമില്ലാതെ, വിജ്ഞാനമില്ലാതെ, അറിവില്ലാതെ പ്രവാചകന്റെ ഹദീസുകളെ തള്ളുന്നവരെ മഹാന്മാരായ സഹാബികൾ അങ്ങനെയായിരുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസ് കേൾക്കാൻ അവർ അങ്ങേയറ്റം തയ്യാറായിരുന്നു. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഒരുപാട് പരീക്ഷണങ്ങൾക്ക് നടുവിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. വിശ്വാസരംഗത്ത്, തൗഹീദിന്റെ രംഗത്ത്, എല്ലാ മേഖലകളിലും എല്ലാ പരീക്ഷണങ്ങൾക്കുമുള്ള പ്രധാനപ്പെട്ട കാരണം ഇൽമ ഉയർത്തപ്പെടുക എന്നുള്ളതാണ്, അറിവില്ലാതിരിക്കുക എന്നുള്ളതാണ്. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ശിർക്ക് എങ്ങനെ തുടങ്ങി എന്ന് പറയുന്നുണ്ട്. അവിടെ വദ്, സുവാ, യഗൂസ്, യഊഖ്, നസ്ർ അവരെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അസ്മാഉ റിജാലിൻ സാലിഹീന ഫീ ഖൗമി നൂഹ്, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലെ സാലിഹീങ്ങളായ ആളുകളായിരുന്നു. പിന്നീട് അവർ മരണപ്പെട്ടപ്പോൾ അവർ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ പോയി ഇരിക്കാനും അവരുടെ രൂപമുണ്ടാക്കാനും പിശാച് അവർക്ക് തോന്നിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവരതൊക്കെ ചെയ്തു. ഫലം തുഅബദ്, പക്ഷേ ഈ 5 ആളുകളും അപ്പോഴും ആരാധിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇദാ ഹലക ഉലൈക വതനസ്സഖൽ ഇൽമു ഉബിദത്. ശരിക്കും ശ്രദ്ധിക്കുക, വതനസ്സഖൽ ഇൽമു ഉബിദത്. അറിവ് ഉയർത്തപ്പെട്ടപ്പോൾ അവർ അല്ലാഹുവിന് പുറമേയുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അറിവാണ് പ്രധാനം. എവിടെ ജഹാലത്തുണ്ടോ അവിടെ ഷിർക്കുണ്ട്. ഷിർക്കിന്റെ തുടക്കം ജഹാലത്തിൽ നിന്നാണ്. ഇന്നഹു കാന വലൂമൻ ജഹൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, മനുഷ്യൻ ജാഹിലായാൽ അവൻ ളാലിമാകും. ഇന്ന ശിർക ലദുൽമുൻ അദീം, ഷിർക്ക് ഏറ്റവും വലിയ ദുൽമാണ്. അതിന് തുടക്കം കുറിച്ചത് അജ്ഞതയാണ്. അതുകൊണ്ട് തൗഹീദിനെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കണം, ജനങ്ങൾക്ക് പഠിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ നമ്മൾ നിസ്സാരമായി കരുതരുത്. ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഏറ്റവും വലിയ ഫിത്ന എന്ന് പറയുന്നത് ദജ്ജാലിന്റെ ഫിത്നയാണ്. അതിനേക്കാൾ വലിയൊരു ഫിത്ന വേറെ വരാനില്ല. അപ്പോൾ ദജ്ജാൽ വരികയും ഫയഖ്റുജു ഇലൈഹി റജുലുൻ വഹുവ ഖൈറുൻ നാസി യൗമഇദിൻ ഔ മിൻ ഖൈരിഹിം ഫയഖൂലു അഷ്ഹദു അന്നക ദജ്ജാൽ. ഒരു വ്യക്തി അന്ന് വരും, ഖൈറായ ഒരു മനുഷ്യൻ വന്നിട്ട് പറയും, നീ ദജ്ജാലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഹദ്ദസനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസഹു. കാരണം അതിനെക്കുറിച്ചുള്ള ഹദീസ് അല്ലാഹുവിൻ്റെ റസൂൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഫയഖൂലു ദജ്ജാലു അറഅയ്തും മിൻ ഖതൽതു ഹാദാ സുമ്മ അഹ്യയ്തുഹു അതശുക്കൂന ഫിൽ അംർ. ഞാൻ ഇയാളെ കൊല്ലാൻ പോവുകയാണ്, അങ്ങനെ ഇയാളെ കൊന്നിട്ട് ഞാൻ വീണ്ടും ഈ വ്യക്തിക്ക് ജീവൻ നൽകിയാൽ എൻ്റെ കാര്യത്തിൽ പിന്നെ നിങ്ങൾ സംശയിക്കുമോ? ഞാനാണ് ദൈവം എന്നത് നിങ്ങൾ സംശയിക്കുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഈ വ്യക്തിയെ ദജ്ജാൽ കൊല്ലുകയാണ്. സുമ്മ യുഹ്യീഹി ഫയഖൂലു ഹീന യഹ്യാ വല്ലാഹി മാ കുൻതു ബിഅശദ്ദ ബസീറതൻ ഫീക മിന്നിൽ ആൻ ഫയുരീദുഹു ഖത്ലുഹു الثاني ഫയുരീദു ഖത്ലഹു الثانിയ ഫലാ യുസല്ലതു അലൈഹി. അങ്ങനെ വധിച്ചതിന് ശേഷം എഴുന്നേറ്റപ്പോൾ ഈ വ്യക്തി പറയുന്നത് എന്താണ്? ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി ബസീറത്തിലാണ്, കാരണം അള്ളാഹുവിൻ്റെ റസൂൽ ഇക്കാര്യവും പറഞ്ഞ ഹദീസ് എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ നോക്കൂ, ഏറ്റവും വലിയ ഫിത്നയായ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് ആ വ്യക്തിയെ രക്ഷപ്പെടുത്തിയത് എന്താണ്? ഹദീസാണ്. അന്നക ദജ്ജാലുല്ലദീ ഹദ്ദസനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസഹു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് പഠിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദജ്ജാൽ ഏറ്റവും വലിയ പരീക്ഷണമാണെങ്കിൽ ആ പരീക്ഷണത്തിൽ നിന്നുള്ള വിജയം ഇൽമിലൂടെയാണെങ്കിൽ, ഹദീസിലുള്ള വിജ്ഞാനത്തിലൂടെയാണെങ്കിൽ, സകല ഫിത്നകളെയും ഇല്ലാതെയാക്കുവാൻ അറിവ് കൊണ്ടല്ലാതെ സാധ്യമല്ല. സകല ഇരുട്ടുകളെയും ഇല്ലാതെയാക്കുവാൻ അറിവ് കൊണ്ടല്ലാതെ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ വിജ്ഞാനം, ഈ അറിവ്, ഈ പ്രകാശം അത് സ്വയം നേടിയെടുത്ത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക, അതാണ് പരീക്ഷണങ്ങളിൽ നിന്ന്, ഫിത്നകളിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഗൗരവപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണത്? അറിവ് നമ്മൾ സ്വീകരിക്കുന്ന സന്ദർഭത്തിലും അറിവിനെ തെറ്റായി മനസ്സിലാക്കാൻ പാടില്ല. തെറ്റായി മനസ്സിലാക്കിയുള്ള പ്രശ്നം എന്താണ്? ഈമാനിനെ ശിർക്കായും ശിർക്കിനെ ഈമാനായും തലതിരിച്ച് മനസ്സിലാക്കുന്ന ഒരു ഖൗമുണ്ടാകും. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വഹീഹായ ഒരു ഹദീസിൽ കാണാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്ന മിമ്മാ അതഖവ്വഫു അലൈക്കും ലറജുലൻ ഖറഅൽ ഖുർആൻ ഹത്താ ഇദാ റുഅയത് അലൈഹി ബഹ്ജതു വകാന റിദ്അൻ ലിൽ ഇസ്ലാം അഅസറഹു ഇലാ മാ ഷാ അല്ലാഹ് വൻസലഖ മിൻ വനബദഹു വറാഅ ളഹ്രിഹി വഖറജ അലാ ജാരിഹി ബിസ്സൈഫി വറമാഹു ബിശ്ശിർക്ക്.
അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഒരാളെയാണ്, ഇസ്ലാമൊക്കെ പഠിച്ച് ഖുർആനൊക്കെ പഠിച്ച് തൗഹീദൊക്കെ പ്രസംഗിക്കുന്ന ഒരവസ്ഥയിൽ വരികയും അങ്ങനെ നല്ലൊരവസ്ഥയിലെത്തുമ്പോൾ അതിനെ എല്ലാം കഴിയൊഴിഞ്ഞ് തൻ്റെ സഹോദരൻ ഷിർക്കിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഷിർക്കാരോപകനായി അയാൾ വരുമെന്നാണ്. സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, അന്ന് ഷിർക്കിനോടടുത്തത് ആരാണ്? അയ്യുഹുമ ഔലാ ബിശ്ശിർക്കിൽ മർമിയു അവി റാമി? ഷിർക്ക് ആരോപിക്കപ്പെട്ടവരാണോ ഷിർക്കിൽ, അതല്ല ഷിർക്ക് ആരോപിക്കുന്നവനാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ബലിർ റാമി, ആരോപിക്കുന്നവനാണ് ഷിർക്കിൽ. കാരണം അവന് തൗഹീദ് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഈ ഷിർക്ക് ആരോപിച്ചത്. ശർഹു മുശ്കിലിൽ ആസാറിൽ ഇമാം ത്വഹാവി റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ കുറിച്ച് അദ്ദേഹം പറയാണ്, ഫതഅമ്മൽനാ മാ ഫിൽ ഹദീസി ത്വലബൻ മിന്നാ ലിൽ മുറാദി ബിഹി മാ ഹുവ ഫവജദ്നാ മൻ ഖാല ലിസ്വാഹിബിഹി യാ കാഫിറു മഅനാഹു അന്നഹു കാഫിറുൻ ലിഅന്ന അല്ലദി ഹുവ അലൈഹി അൽകുഫ്റു ഫഇദാ കാന അല്ലദി അലൈഹി ലൈസ ബികുഫ്രിൻ വകാന ഈമാനൻ കാന ജാഇലുഹു കാഫിറൻ ജാഇലൽ ഈമാനി കുഫ്റാ വകാന ബിദാലിക കാഫിറൻ ബില്ലാഹി തആല ലിഅന്ന മൻ കഫറ ബിഈമാനില്ലാഹി തആല ഫഖദ് കഫറ ബില്ലാഹി വമിൻഹു ഖൗലുല്ലാഹി തആല വമൻ يكفر بالإيمان فقد حبط عمله وهو في الآخرة من الخاسرين فهذا أحسن ما وقفنا عليه من تأويل هذا الحديث والله نسأله التوفيق. അദ്ദേഹം പറയുകയാണ്, ശുദ്ധമായ ഈമാനുള്ള തൗഹീദുള്ള ഒരാളോട് നിങ്ങൾ ഷിർക്കിലാണെന്ന് പറഞ്ഞാൽ അയാളുടെ ഈമാനിനെയാണ് ഇയാൾ നിഷേധിക്കുന്നത്. അപ്പോൾ ഇയാൾ കുഫ്റാണെന്ന് പറയുമ്പോൾ ഈമാനിനെയാണ് കുഫ്റാണെന്ന് പറയുന്നത്. അപ്പോൾ വമൻ യക്ഫുറു ബിൽ ഈമാനി ഫഖദ് ഹബിത അമലുഹു, ഈമാനിനെ നിഷേധിക്കുന്നവൻ്റെ അമല് ബാത്തിലായി പോകും. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് ഷിർക്ക് ആരോപിക്കുന്നവനാണ് ഷിർക്കിലെന്ന് പറഞ്ഞത്. കാരണം ശുദ്ധ മുവഹിദുകളെ, ഈമാനുള്ള ആളുകളെ പണ്ഡിതന്മാർ കൃത്യമായ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ വിശദീകരിച്ച രൂപത്തിൽ വൈജ്ഞാനികമായ വിശദീകരണം നൽകി എന്നതിൻ്റെ പേരിൽ മാത്രം നിങ്ങൾ ഷിർക്കിലാണ്, നിങ്ങൾ കുഫറിലാണ് എന്ന് പറയുന്നവൻ മുവഹിദുകളെയാണ്, ഈമാനുള്ളവരെയാണ് കുഫർ ആരോപിക്കുന്നത്. അത് തൗഹീദ് തിരിയാത്തത് കൊണ്ടാണ്, ഈമാനിനെയാണ് അയാൾ കുഫറായി വ്യാഖ്യാനിച്ചത് എന്ന് ഉലമാക്കൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ശരിയായ വിജ്ഞാനം അത് നേടിയെടുത്തെങ്കിലല്ലാതെ നമുക്ക് കൃത്യമായ രൂപത്തിൽ സമൂഹത്തിന് പ്രകാശം നൽകുക സാധ്യമല്ല. അതുകൊണ്ട് വിജ്ഞാനത്തെ ശരിക്കും ഖുർആനിലൂടെ ഹദീസിലൂടെ മനസ്സിലാക്കി അതിനെ തെറ്റിദ്ധരിപ്പിക്കലുകളില്ലാതെ സത്യസന്ധമായി നീതിപൂർവം സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ എത്തിച്ചു കൊടുക്കുമ്പോൾ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, അങ്ങനെ എത്തിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില പ്രയാസങ്ങളുണ്ടാകും. അതുകൊണ്ടാണല്ലോ മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ ശ്രദ്ധേയമായ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറയുകയാണ്, അൽഹംദുലില്ലാഹില്ലദീ ജഅല ഫീ കുല്ലി സമാനി ഫത്രത്തിൻ മിനർ റുസുലി ബഖായാ മിൻ അഹ്ലിൽ ഇൽമി യദ്ഊന മൻ ضل ഇല الهدى ويصبرون منهم على الأذى ويحيون بكتاب الله تعالى الموتى ويبصرون بنور الله أهل العمى فكم من قتيل لإبليس قد أحيوا وكم من ضال تائه قد هدوا فما أحسن أثرهم على الناس وما أقبح أثر الناس عليهم ينفون عن كتاب الله تحريف الغالين وانتحال المبطلين وتأويل الجاهلين. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് പറയാണ്, അൽഹംദുലില്ലാ, സർവസ്തുതിയും അല്ലാഹുവിനാണ്. കാരണം ഓരോ പ്രവാചകന്മാരുടെയും കാലശേഷം അഹ്ലുൽ ഇൽമിൽപ്പെട്ട ഇൽമുള്ള പണ്ഡിതന്മാരെ അള്ളാഹു അവശേഷിപ്പിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, ഇൻ അൽ ഉലമാഉ വറസത്തുൽ അംബിയാ വഇന്നൽ അംബിയാ ലം യുവറിസു ദീനാറൻ വലാ ദിർഹമ വലാകിൻ വറസുൽ ഇൽം. അമ്പിയാക്കൾ വിട്ടേച്ചു പോകുന്നത് ഇൽമാണ്. അത് സ്വീകരിക്കുന്ന ഉലമാക്കൾ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. ആ അമ്പിയാക്കളുടെ അനന്തരാവകാശികളായ പണ്ഡിതന്മാർ ചെയ്യുന്നത് ഇൻഷാ അള്ളാഹ് ഈ മഹത്തായ ജാമിഅ അൽ ഹിന്ദിന് ചെയ്യാനുള്ളത് അതാണ്. നാം ചെയ്തുകൊണ്ടിരിക്കുന്നതും റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ട് അതാണ്. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ഓരോ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ചെയ്യേണ്ടത് അതാണ്. ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരും ചെയ്യേണ്ടത് അതാണ്. ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും അവരവരെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ ചെയ്യേണ്ട കാര്യം അതാണ്. പണ്ഡിതന്മാരും പ്രബോധകന്മാരും ചെയ്യേണ്ടത് അതാണ്. എന്താണ് അവർ ചെയ്യേണ്ടത്? യദ്ഊന മൻ ضل ഇലൽ ഹുദാ, തെറ്റിപ്പോയവനെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കണം, ഖുർആനിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കണം. വയസ്ബിറൂന മിൻഹും അലൽ അദാ, അങ്ങനെ ക്ഷണിക്കുമ്പോൾ ഉപദ്രവമുണ്ടാകും. അത് സുഖകരമായ കാര്യമല്ല. ദഅവത്ത് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സ്വീകരിച്ച്
സംസ്കരിച്ചുകൊണ്ട് പാരമ്പര്യവാദവുമായി ജീവിക്കുന്ന അങ്ങനെയുള്ള ആളുകൾക്കിടയിലേക്കാണ് അവർ കേൾക്കാത്ത, അറിയാത്ത, അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യവുമായി നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൂമാലയിട്ട് സ്വീകരിക്കണം എന്നില്ല. പക്ഷേ നമ്മുടെ ദൗത്യം സബറാണ്, ക്ഷമിക്കണം. അവർ അറിവില്ലാത്ത ആളുകളാണ്, അതുകൊണ്ട് ക്ഷമിക്കുക. കാരണം അവർ ചെയ്യുന്നത് വയുഹ്യൂന ബികിതാബില്ലാഹി തആലൽ മൗതാ, ആത്മാവ് മരിച്ച ആളുകൾക്ക് ഖുർആൻ കൊണ്ട് ജീവൻ നൽകണം. അതാണ് നമ്മുടെ ദൗത്യം. ഇവിടെ ആത്മാവ് മരിച്ചവരുണ്ട്, ദീനറിയില്ല, മതബോധമില്ല, ദൈവമില്ല, പരലോകമില്ല, അടിച്ചു പൊളിച്ച് ജീവിച്ചോളൂ. ഇവിടെ ഇത്രയും നേരം ചർച്ച ചെയ്ത വിഷയം അതാണ്, ലിബറലിസം, നിരീശ്വരവാദം, അതേപോലെയുള്ള സിദ്ധാന്തങ്ങൾ. ആ സിദ്ധാന്തങ്ങളിലൂടെ മനുഷ്യന്റെ ആത്മാവും ഹൃദയവും ചത്തുപോവുകയേ ഉള്ളൂ. അങ്ങനെ മരിച്ചു കിടക്കുന്ന ഹൃദയങ്ങൾക്ക് ഖുർആനിന്റെ പ്രകാശം, സുന്നത്തിന്റെ പ്രകാശം, ഇസ്ലാമിന്റെ പ്രകാശം നൽകിക്കൊണ്ട് അവർക്ക് ജീവൻ നൽകണം. വയുബസ്സിറൂന ബിനൂരില്ലാഹി അഹ്ലൽ അമാ, അല്ലാഹുവിന്റെ പ്രകാശം കൊണ്ട് അന്ധന്മാർക്ക് കാഴ്ച നൽകണം നിങ്ങൾ. അത് ഖുർആനിന്റെ പ്രകാശമാണ്, സുന്നത്തിന്റെ പ്രകാശമാണ്. ഖുർആനിന്റെ സുന്നത്തിന്റെ പ്രകാശം കൊണ്ട് വഴിയറിയാത്ത ആളുകൾക്ക്, അന്ധരായ ആളുകൾക്ക് വഴി കാണിച്ചു കൊടുത്തേ മതിയാകൂ. ഫകം മിൻ ഖതീലിൻ ലിഇബ്ലീസിൻ ഖദ് അഹ്യൗ, ഇബ്ലീസ് കൊന്നുകളഞ്ഞ എത്ര ആളുകൾക്കാണ് അവർ ജീവൻ നൽകിയത്. ശിർക്ക് കൊണ്ട്, കുഫ്ർ കൊണ്ട്, ബിദ്അത്ത് കൊണ്ട്, ഖുറാഫാത്ത് കൊണ്ട്, അധാർമിക പ്രവർത്തനങ്ങൾ കൊണ്ട്, തോന്നിവാസം കൊണ്ട്, വൃത്തികേടുകൾ കൊണ്ട്, വ്യഭിചാരം കൊണ്ട്, മദ്യപാനം കൊണ്ട്, ലഹരി കൊണ്ട് തുടങ്ങിയ സകല തിന്മകൾ കൊണ്ടും മനുഷ്യനെ കൊന്നുകളഞ്ഞ മനുഷ്യന്റെ ശത്രുവായ ഇബ്ലീസ്, ആ ഇബ്ലീസ് കൊന്നുകളഞ്ഞ മനുഷ്യന്മാരെ കാരുണ്യത്തിന്റെ, സന്മാർഗത്തിന്റെ, ശഫയുടെ വചനങ്ങൾ കൊണ്ട് ജീവൻ നൽകുന്ന പണി പണ്ഡിതന്മാരും ത്വാലിബുൽ ഇൽമുകളും നേടിയെടുക്കേണ്ടതുണ്ട്. വകം മിൻ ളാലിൻ തായിഹിൻ ഖദ് ഹദൗ, വഴിയറിയാതെ പരിഭ്രമിച്ച എത്ര ആളുകൾക്കാണ് പണ്ഡിതന്മാർ വഴി കാണിച്ചു കൊടുത്തത്. ഇനി അടുത്ത വാചകം ശ്രദ്ധിക്കൂ നിങ്ങൾ. നുബുവത്തിന്റെ ആ ഒരു ഇൽമിൽ നിന്നുകൊണ്ട് പറയുന്ന വാക്കാണ് ഫമാ അഹ്സന അസ്റുഹും അലന്നാസ്. പണ്ഡിതന്മാർ എത്ര നല്ല രൂപത്തിലാണ് ജനങ്ങളോട് സംസാരിക്കുന്നത്, സംവദിക്കുന്നത്, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് അവരോടുള്ള നസീഹത്താണ്. എന്നാൽ വമാ അഖ്ബഹ അസ്റന്നാസി അലൈഹിം, എന്നാൽ ജനങ്ങൾ എത്ര മോശമായിട്ടാണ് അവരോട് പെരുമാറുന്നത്. അവർ പ്രയാസപ്പെടുന്നു, കഷ്ടപ്പെട്ട് ഇൽമു നേടുന്നു, കഷ്ടപ്പെട്ട് യാത്ര ചെയ്യുന്നു, ഒരുപാട് ധനം ചെലവഴിച്ചുകൊണ്ട് നസീഹത്തോടുകൂടി ജനങ്ങളെ ഇസ്ലാമിലേക്ക്, തൗഹീദിലേക്ക് ക്ഷണിക്കുമ്പോൾ ആ നസീഹത്ത് പോലും തിരിച്ചറിയാതെ ആരോപണങ്ങൾ പറയുന്നു, കുത്തുവാക്കുകൾ കൊണ്ട് നോവിക്കുന്നു, ഇല്ലാത്ത വാദങ്ങളുണ്ടെന്ന് പറയുന്നു, പരിഹസിക്കുന്നു, മഹല്ലുകളിൽ നിന്ന് അവരെ കൈയൊഴിയാൻ വേണ്ടിയുള്ള ആഹ്വാനം ചെയ്യുന്നു, അവരെ പുറത്താക്കാൻ വേണ്ടി പറയുന്നു. ജനങ്ങൾ എത്ര മോശമായിട്ടാണ് അവരോട് പെരുമാറുന്നത്. എന്നാലും അവർ എത്ര നല്ല രൂപത്തിലാണ് ഈ സത്യസന്ദേശം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്. യൻഫൂന അൻ കിതാബില്ലാഹി തഹ്രീഫൽ ഗാലീൻ വൻതിഹാലിൽ മുബ്തിലീൻ വതഅവീലൽ ജാഹിലീൻ. ഗുലുവിൻ്റെ അതിരുവിട്ട ആളുകളുടെ ദുർവ്യാഖ്യാനങ്ങളും ബാത്തിലീങ്ങളായ ആളുകളുടെ കടത്തിക്കൂട്ടലുകളെയും ജാഹിലീങ്ങളായ ആളുകളുടെ തെറ്റായ വ്യാഖ്യാനങ്ങളെയും ഇല്ലാതെയാക്കി ഖുർആനിൻ്റെ, സുന്നത്തിൻ്റെ ശരിയായ പാത, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജ്, നബിയും സഹാബികളും താബിയങ്ങളും തബഉ താബിയങ്ങളും ഈ ഉമ്മത്തിലെ അയിമ്മത്തുകളും ജനങ്ങൾക്ക് വിട്ടേച്ചു പോയ യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജിനെ നിലനിർത്തുകയും അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ആളുകളുടെ വ്യതിയാനങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഏതെല്ലാം ഇരുട്ടുകളിലേക്ക് ജനങ്ങളെ ആളുകൾ ക്ഷണിക്കുന്നുണ്ടോ ആ ഇരുട്ടുകളിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തി അവരെ കൈപിടിച്ചുകൊണ്ട് പ്രകാശത്തിൻ്റെ ധാരയിലേക്ക് നയിക്കുന്ന പണ്ഡിതന്മാർ, അത് അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് നിലനിർത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മഹത്തായ ദൗത്യം മനസ്സിലാക്കി അൽ ബലാഗ് എന്ന മഹത്തായ ഈ ദഅവാ സമ്മേളനത്തിൻ്റെ കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി അല്ല, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ, പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സകല പ്രോഗ്രാമുകളും ഈ ഒരു ലക്ഷ്യത്തിലാണ്. അറിവിൻ്റെ ഒരു തുണ്ടാണെങ്കിലും അവിടെ വെളിച്ചമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഗൈറു ഉലിൽ ദറർ എന്ന ഒരു വേർഡുമായി ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു വേർഡിൻ്റെ തുണ്ടുമായി നമുക്ക് ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കണം. നാടുകൾ തോറും സഞ്ചരിക്കണം, വീടുകൾ തോറും സഞ്ചരിക്കണം. ഓരോ ഖുർആനിക വചനങ്ങളുമായി, ഓരോ ഹദീസിൻ്റെ തുണ്ടുകളുമായി സകല ജനങ്ങളിലേക്കും എത്തി അവർക്ക് നമ്മൾ ആശ്വാസം നൽകണം. അതേ സന്ദർഭത്തിൽ ആ പ്രകാശം ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് മറ്റൊരാൾക്ക് നൽകുന്നവരായി നമ്മൾ മാറരുത്, മറിച്ച് സ്വയം പ്രകാശിച്ചുകൊണ്ടായിരിക്കണം ആ പ്രകാശം മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അള്ളാഹുവിൻ്റെ പ്രകാശമായി വിശേഷിപ്പിക്കപ്പെട്ട വിശ്വാസികളെ കുറിച്ച് യകാദു സൈതുഹാ യുദീഉ വലൗ ലം തംസസ്ഹു നാർ നൂറുൻ അലാ നൂർ, വെളിച്ചം കൊടുത്തിട്ടില്ലെങ്കിലും അത് സ്വയം പ്രകാശിക്കുന്നതാണ്. അപ്പോൾ നാം സ്വയം പ്രകാശമാകണം എന്ന് പറഞ്ഞാൽ
തൗഹീദിൻ്റെ സുന്നത്തിൻ്റെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് ആ വെളിച്ചമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതല്ലാതെ ഒരിടത്തു നിന്ന് വെളിച്ചമെടുത്തു മറ്റൊരാൾക്ക് കൊടുത്തു നാം ഇരുട്ടിൽ നിൽക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. യകാദു സൈതുഹാ യുദീഉ വലൗ ലം തംസസ്ഹു നാർ. തീ കൊടുത്തിട്ടില്ലെങ്കിലും സ്വയം പ്രകാശിക്കുന്നവരാണവർ. അവരെ കുറിച്ചാണല്ലോ പിന്നീട് ഫീ ബുയൂത്തിൻ അദിനല്ലാഹു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറഞ്ഞത്. അങ്ങനെയുള്ള സ്വയം പ്രകാശിക്കുന്നവരായിരിക്കണം. തിന്മ കൊണ്ട് ഈ പ്രകാശത്തെ നമ്മൾ കെടുത്തരുത്. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കലേക്ക് വരുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ഇമാം വക്കീഅ റഹിമഹുല്ലാ തൻ്റെ ഉസ്താദിൻ്റെ അടുക്കലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഒരു സ്ത്രീയുടെ കണങ്കാലിലേക്ക് അദ്ദേഹം അറിയാതൊന്ന് നോക്കിപ്പോയി. ശരിക്കും ശ്രദ്ധിക്കുക. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ ഒരു വിഷയമേ അല്ല എന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അദ്ദേഹം ഒരു സ്ത്രീയുടെ കണങ്കാലിലേക്ക് നോക്കി. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ അതൊരു വല്ലാത്ത വിഷമമുണ്ടായി, പ്രയാസമുണ്ടായി. പിന്നീട് ഹിഫ്ളാക്കുന്നതിൽ നേരത്തെ ഉള്ള ഒരു സ്പീഡ് ലഭിക്കാതിരുന്നപ്പോൾ അദ്ദേഹം പറയാണ്, ശകൗതു ഇലാ വകീഇൻ സൂഅ ഹിഫ്ളി فأرشدني إلى ترك المعاصي وأخبرني بأن العلم نور ونور الله لا يهدى لعاصي. ഇമാം വക്കീഇനോട് ഞാൻ എൻ്റെ ഹിഫ്ളിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ അനുസരണക്കേട് ഒഴിവാക്കണം, ഹറാമുകൾ ചെയ്യരുത്, തിന്മകൾ ചെയ്യരുത്. കാരണം ബിഅന്നൽ ഇൽമ നൂറുൻ, അറിവ് പ്രകാശമാണ്. നമ്മുടെ പ്രമേയം അതാണ്, വിദ്യയിലൂടെ വെളിച്ചത്തിലേക്ക്. കാരണം ഇൽമാണ് പ്രകാശം. അൽ ഇൽമു നൂറുൻ വൽ ജഹ്ലു ളലാമു. അറിവാണ് പ്രകാശം, അജ്ഞത അന്ധകാരമാണ്. ആ അന്ധകാരം ഈ ലോകത്തുണ്ടാകും. ആഴക്കടലിലെ ഇരുട്ട് പോലെ നമ്മുടെ ഹൃദയവും ജീവിതവുമായി മാറും. ഖുർആൻ ഇല്ലെങ്കിൽ, ഹദീസ് ഇല്ലെങ്കിൽ, ഇസ്ലാം ഇല്ലെങ്കിൽ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മനഹജില്ലെങ്കിൽ പിന്നെ കൂരിരുട്ടിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ. അതിൽ നിന്ന് പ്രകാശത്തിൻ്റെ മേൽ പ്രകാശമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കുക സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ അജ്ഞതയും വലാമാണ്. പ്രകാശം അത് ഇൽമാണ്, അറിവാണ്. അതുകൊണ്ട് ഇൽമു നൂറാണ്. വനൂറുല്ലാഹി ലാ യുഹ്ദാ ലിആസി. അനുസരണക്കേട് കാണിക്കുന്നവർക്ക് ആ പ്രകാശം നൽകപ്പെടുകയില്ല. അതുകൊണ്ട് വിജ്ഞാനത്തിൻ്റെ ഒരു തൗഫീഖ്, അതിൻ്റെ ഒരു ബറക്കത്ത് ലഭിക്കണമെങ്കിൽ പറയുന്നവർ പ്രവർത്തിക്കുന്നവരാകണം. തീ കൊടുത്തിട്ടില്ലെങ്കിലും തിളങ്ങുന്ന പ്രകാശമായി, സ്വയം കത്തുന്ന വിളക്കായി നമ്മൾ മാറിയാൽ തീർച്ചയായും അതിൻ്റെ ഒരു ബറക്കത്തുണ്ടാകും. ആ ഒരു ബറക്കത്തോടുകൂടി നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ നമ്മുടെ ഈ പ്രകാശത്തെ കെടുത്തിക്കളയാൻ ഒരാൾക്കും കഴിയില്ല. ഒരു ലിബറലിസത്തിൻ്റെ വക്താവിനും ഒരു നിരീശ്വരവാദിക്കും ഒരാളുടെ തന്ത്രങ്ങൾക്കും ഒരിക്കലും നിങ്ങളെ ഉപദ്രവിക്കുക സാധ്യമല്ല. വഇൻ തത്തഖൂ വതസ്ബിറൂ ലാ യദുറുക്കും കൈദുഹും ശൈആ. നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ക്ഷമാവലംബിക്കുന്നവരാണെങ്കിൽ ഒരാളുടെയും കുതന്ത്രം നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നത് അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. വായ കൊണ്ട് ഈ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ആരും ശ്രമിക്കണ്ട. സൂര്യനെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നത് പോലെയുള്ള ഒരു വിഫല ശ്രമമാണ് ഇസ്ലാമിനെതിരെയുള്ള ആരോപണങ്ങൾ, ഖുർആനിനെതിരെയുള്ള ആരോപണങ്ങൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മനഹജിനെതിരെയുള്ള ആരോപണങ്ങളൊക്കെ സൂര്യനെ വായ കൊണ്ട് ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നത് പോലെയുള്ള ഒരു കാര്യമാണ്. ഇത് അല്ലാഹുവിൻ്റെ പ്രകാശമാണ്, റബ്ബിൽ നിന്ന് വന്ന പ്രകാശമാണ്. അതിനങ്ങനെ കെടുത്തിക്കളയാൻ ദുർബലനായ സൃഷ്ടിക്ക് സാധ്യമല്ല. പക്ഷേ നമുക്ക് വിജയിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഖുർആനിൻ്റെ ആ പ്രകാശം പഠിക്കണം, ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം. ഈ മഹത്തായ സ്ഥാപനത്തിലെ എല്ലാ കോഴ്സുകളും ആഴത്തിൽ ഖുർആൻ പഠിക്കാനുള്ളതാണ്, ആഴത്തിൽ ഹദീസ് പഠിക്കാനുള്ളതാണ്. അതോടൊപ്പം ആ ആളുകളും നമ്മുടെ പണ്ഡിതന്മാരും നമ്മുടെ നേതൃത്വവും കൃത്യമായി ആ പ്രകാശങ്ങളെ ഓരോ ആളുകളിലേക്കും എത്തിക്കുവാനുള്ള സംരംഭങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആ പ്രകാശങ്ങളൊക്കെ നേടിയെടുത്ത് സ്വയം പ്രകാശിക്കുന്നവരായി സമൂഹത്തിനും പ്രകാശം നൽകാൻ സാധിക്കണം. അൽ ബലാഗ് എന്ന മഹത്തായ ഈ ദഅ്വാ സമ്മേളനം അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ സംഘടിപ്പിച്ച മുഴുവൻ ആളുകൾക്കും അതിൻ്റെതായ തക്കതായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അറിവിൻ്റെ പ്രകാശം നേടിയെടുത്ത് സകല അന്ധകാരങ്ങളെയും ഇല്ലാതെയാക്കുന്ന പ്രകാശങ്ങളായി മാറാൻ അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈറ. വിദ്യയിലൂടെ വിളിച്ച്